ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ്. ഇന്ന് നമുക്ക് മുട്ടക്കറിയും പൂരിയാണ് കേട്ടോ. ഇന്ന് രാത്രിക്കൊക്കെയുള്ള മീനാണിത്. മീൻ കറി വെക്കാൻ വേണ്ടി മുറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അതും ഇതിൻ്റെ ഒപ്പം തന്നെ ശരിയാക്കലാണ് കേട്ടോ. കാരണം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയൊക്കെ കാണണമൊക്കെ പിന്നെ ഒരു ദേഷ്യമാണ്. അതുകൊണ്ട് എല്ലാം നോമ്പ് തുറക്കണതിൻ്റെ മുമ്പ് തന്നെ ഒരുക്കി വെക്കും. ചോറ് വെക്കൂല കേട്ടോ. ചോറ് ഞാൻ കിടക്കാനാകുമ്പോൾ പിന്നെ കുക്കറിൽ ഇറക്കി വെക്കലാട്ടോ. അല്ലാതൊക്കെ അപ്പം തന്നെ ചെയ്യും. അല്ലാതെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കഴിയൂല അടുക്കളയിൽ കൂടിയൊന്നും. അങ്ങനെ ആദ്യം മീൻകറി വെക്കാല്ലേ തേങ്ങയൊക്കെ അരച്ച് മീൻകറി ആദ്യം വെക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് പൂരി ഉണ്ടാക്കാനും ഉള്ളിക്കറി മുട്ടയൊക്കെ ഇട്ട് മുട്ടക്കറി ഉണ്ടാക്കാനും ഒക്കെ കേട്ടോ. അപ്പം മുട്ട അതിൻ്റെ മുമ്പ് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. കരണ്ട് അടുപ്പുമ്മ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതവിടെ കിടന്നങ്ങനെ വേകട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും അവിടെ മഴയൊക്കെ ഉണ്ടോ? ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ നല്ല മഴ കേട്ടോ. ഇടിയൊക്കെ ഉണ്ട്. അപ്പോൾ മഴ നല്ല ശക്തിയായിട്ടൊന്നും പെയ്യണില്ലെങ്കിലും പെയ്യുന്നുണ്ട്. ഇടി കുറേ സമയമായി. ഇടി ഇങ്ങനെ ഏതോ ഭാഗത്തുകൂടിയൊക്കെ മഴ ആദ്യം പെയ്തു തോന്നണം. അപ്പം ഇങ്ങനെ ഞാൻ 2 തക്കാളിയൊക്കെ മുറിച്ചിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞ് അതിൽ അരപ്പൊക്കെ ചേർത്ത് ഇത് ഉപ്പ് ഇട്ടുങ്ങാണ്ട് അടുപ്പത്ത് വെക്കട്ടെ. എന്നിട്ട് നമുക്കിത് തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീൻ കറി അതിൻ്റെ ഒപ്പം അവിടെ ആകട്ടെ. തോരന് ചിലപ്പോഴൊക്കെ ഉള്ളു വെക്കൽ കേട്ടോ. കുട്ടികൾക്ക് സ്കൂളുണ്ടെങ്കിൽ പിന്നെ ഞാൻ രാവിലെ ഇച്ചിരി പിന്നെ കുട്ടികൾക്ക് വെക്കണ കൂട്ടത്തിൽ കുറച്ചതിൽ മാറ്റി വെക്കും. വേണമെങ്കിൽ കഞ്ഞിയൊക്കെ കുടിച്ചുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്ട്. സ്കൂളില്ലാത്ത ദിവസമൊന്നും ഞാൻ എടുക്കൽ തന്നെ അല്ലേ, ഒന്നും ഉണ്ടാക്കലില്ല. പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വക പരിപാടികളൊന്നും ഇല്ലല്ലോ. നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഞ്ഞിക്ക് അല്ലെങ്കിൽ ചമ്മന്തി കൂട്ടും, അല്ലെങ്കിൽ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അത് കൂട്ടും കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ കറി തിളച്ചിക്കണമെങ്കിൽ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയേ ഉള്ളു പറ്റുക, പിന്നെ പൂരി പറ്റൂല കേട്ടോ. എന്താണെന്നറിയില്ല. കുറേ ആദ്യമൊക്കെ തിന്നീനു. ഇപ്പോൾ പൂരിയാണെന്ന് പറഞ്ഞാൽ വേണ്ട അറിയും, തിന്നൂല. അപ്പോൾ ഞാനത് നോക്കി 4 എണ്ണം ചപ്പാത്തിയാക്കി പരത്തിങ്ങാണ്ട് അങ്ങനെ ചുട്ടിക്കുകയാണ്. അങ്ങനെ ഉള്ളി തോലൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിക്കറിക്കില്ലേ 2 മണി 2:30 ഒക്കെ ആകുമ്പോൾ 3 മണിയോട് അടുക്കുമ്പോൾ ഞാൻ എന്നും അടുക്കളയ്ക്ക് കയറും. ബാങ്ക് കൊടുക്കണ നമുക്ക് നോമ്പ് മുറിക്കാനാണ് സമയത്താണ് പിന്നെ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങുക. അതുവരെ അടുക്കളയിൽ തന്നെ. അതെല്ലാം കൂടി വെക്കണോണ്ടാണ്. അത്താഴത്തിനുള്ളതും പിന്നെ നോമ്പ് മുറിച്ചാലതും ഒക്കെ ഒപ്പം വെക്കണോണ്ടാട്ടോ. പിന്നെ അടുക്കളയിലേക്കൊന്നും കയറണില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് തരാൻ മറക്കണ്ട. വീഡിയോ കാണാൻ നിൽക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളി. ലൈക്ക് ചെയ്യാൻ എന്താണെന്നാവും എല്ലാവർക്കും ഒരു മറവിയാണോ മടിയാണോ എന്താവോ. ഇനി ആരും മറക്കണ്ട കേട്ടോ, ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ ഉള്ളിക്കറിക്കുള്ള തക്കാളിയാണ് കേട്ടോ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളിക്കറിയും വെക്കട്ടെ. ഒരടുപ്പത്ത് മീൻകറി വേകണുണ്ട്. അങ്ങനെ അടുപ്പും വീതണിയൊക്കെ നമുക്ക് ഈ സമയമാകുമ്പോൾ ഭയങ്കര പ്രവർത്തനമാണ്. എന്നാലും നോമ്പായി നോക്കുമ്പോൾ ഒരു ഒഴിവൊന്നുമില്ല കേട്ടോ, ഒരു ഒഴിവുമില്ല. തോന്നുന്നു നോമ്പിനാണ് പണി കൂടുതലെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട്? കുട്ടികളെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇവിടെ നൂഹക്കുട്ടിക്കൊക്കെ 1:30 ഒരു ദിവസം ഉണ്ട്, ഒരു ദിവസം ഇല്ല, ഒരു ദിവസം ഉണ്ട്, അങ്ങനെ കേട്ടോ. അപ്പം ഇന്നുണ്ട് ഇനിയില്ല, ഇനി നാളെ ഉണ്ട്. മലയാളമാണ് നാളെ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചാൽ പിന്നെ സ്കൂളിൽ പോകുകയാണെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങനെ പഠിച്ചോളും. ഇവിടെ വന്നാൽ നമ്മൾ പറഞ്ഞ വേറൊരു ഇതാണ്.
പഠിച്ചോ ചെയ്യും, എന്നാലും കുറച്ച് നേരമൊക്കെ കുട്ടികളല്ലേ കളിക്കും ചെയ്യട്ടെ അല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് മൈദമാവും കുറച്ച് ആട്ടപ്പൊടിയും വെച്ച് കാണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് മതിയല്ലോ, എന്നാലും പച്ചവെള്ളത്തിലുമാണ് കുഴച്ചിക്കണത്. എന്നാൽ നല്ലോണം പൊള്ളച്ച് വന്നിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുത്തിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വല്ല കുറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങാണ്ട് നല്ലോണം ഒന്ന് അരിച്ചിക്കാണ് കേട്ടോ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞാനിത് പലകമ്മ തന്നെയാണ് പരത്തുന്നത് കേട്ടോ. ചെറുതാക്കി പരത്തിങ്ങാണ്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ പരത്തുകയാണ്. ഇന്ന് പിന്നെ പൊരികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പൊരി ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കണം. എന്നും ഉണ്ടാക്കി പിന്നെ താഴെന്ന് 2 സമൂസ ഉണ്ടെന്നീനു, അത് ഊട്ടിങ്ങാണ്ടൊക്കെ. അല്ലെങ്കിലും പിന്നെ പൊരി വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ ഇവൽക്കൊക്കെ പൊരി വേണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അപ്പോൾ എന്നും പൊരിച്ചിട്ടുണ്ട്, ഇന്ന് പൊരിച്ചിട്ടില്ല ഒന്നും. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. ചെറിയതാക്കിയാണ്ടാണ് പരത്തുന്നത്. വലിയതാക്കി പരത്തിയാൽ നമുക്ക് ചട്ടിയിലും വേണ്ടത് കൊള്ളുക. അപ്പോൾ പൂരി നോമ്പായിട്ട് ഞങ്ങൾ ചുട്ടിട്ടില്ല കേട്ടോ. പൂരി തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പത്തിരി ചപ്പാത്തി അങ്ങനെയെല്ലാം ഒക്കെ ഉണ്ടാക്കിക്കണമെങ്കിലും പൂരി ഉണ്ടാക്കിയിട്ടില്ല. എന്നാണ് ഇപ്പോൾ പൂരി ഉണ്ടാക്കുന്നത്. ഇതേ വലിപ്പത്തിലാട്ടോ. ഇനി നമുക്കിത് മുഴുവൻ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ മുട്ടക്കറിക്ക് മുട്ട ഇടാനില്ല പാകത്തിൽ വെന്തിക്കണം. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി അതിൽ കിടന്ന് ഒന്നും കൂടി തിളച്ചിട്ട് നമുക്കിത് ഓഫാക്കാം. കറി സെറ്റ് ആയിക്കണം. ഇനി അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നോമ്പ് 10-17 ആയി. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇല്ലാതിരിക്കട്ടെ. നോമ്പൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടോ. അപ്പം അതാണ് നൂഹക്കുട്ടിക്കുള്ള ചപ്പാത്തി. അത് വേഗം ചുട്ട് മാറ്റി. ഇനി ആ അടുപ്പത്ത് വേണം നമുക്ക് പൂരി ചുട്ടെടുക്കാൻ. അങ്ങനെ പൂരി ചുടുകയാണ് കേട്ടോ. പൂരി പൊരിക്കുക, ചുടുക, എന്താ പറയുക. അപ്പം കണ്ടോ, നല്ലോണം പൊള്ളച്ച് വരുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളെ പൂരി മൊത്തം ചുടൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിൽ ഞാനൊരു കീസിലാക്കിങ്ങാണ്ട് പിന്നെ കാസറോള് മാരത്തെ ചൂടാറാത്ത പാത്രമൊന്നും അല്ല, അങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.